തീരും എൻ്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും. തീരും എൻ്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും. ചേരും ഞാൻ പ്രിയതമെൻ്റെ വീട്ടിൽ ചെന്നു ചേരും. ചേരും ഞാൻ പ്രിയതമെൻ്റെ വീട്ടിൽ ചെന്ന് ചേരും. നേരമധികം ഇല്ലിനി, ദൂരം അധികമില്ലിനി, ദൂരമധികമില്ലിനി, നേരം അധികമില്ലിനി. കുരിശെടുത്തു പോകുമെന്ന് തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. കുരിശെടുത്തു പോകുമെന്ന് തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. ഞാനൊരിക്കൽ എത്തും എൻ്റെ നാട്ടിൽ. ഞാനൊരിക്കൽ എത്തും, ഒട്ടും കണ്ണീരില്ല വീട്ട്, എൻ്റെ കർത്താവിൻ്റെ വീട്ട്. ഹല്ലേലൂയ. വീണ്ടും സ്നേഹവന്ദനം. സ്വർഗം എന്ന അതിശ്രേഷ്ഠ വിഷയത്തിന്റെ വിവിധ പാർട്ടുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എല്ലാ വിഷയങ്ങളും തമ്മിൽ പൊരുത്തമുള്ളതാകിയാൽ വാക്കുകൾക്കും വാചകങ്ങൾക്കും ആവർത്തനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഹെവൻലി ഏഞ്ചൽസ്, സ്വർഗീയ ദൂതന്മാർ എന്ന വിഷയമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വർഗത്തിന്റെ സൈന്യമൊക്കെയും അവന് വലത്തും ഇടത്തും നിൽക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം ശ്രദ്ധിക്കൂ. തേജോമനായ ദൈവത്തിന്റെ വിവരണത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള, ഇതാ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ വിഷയത്തെ ആദ്യത്തെ എപ്പിസോഡുകൾ വിവരിച്ചു. ആ സിംഹാസന ചുറ്റും വിവിധ ഗണത്തിൽപ്പെട്ട ദൂതഗണങ്ങളുണ്ട്. ആരാധന ദൂതന്മാരായ സാറാഫുകളുണ്ട്. സെക്യൂരിറ്റി മാലകമാർ കണക്കെ ചുറ്റും നിൽക്കുന്ന കെരൂബുകളുണ്ട്. സാറാബുകൾക്ക് 6 ചിറകുള്ളതും 2 കൊണ്ട് മുഖം മൂടിയും 2 കൊണ്ട് പാദം മൂടിയും 2 കൊണ്ട് പറന്നും ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ ദൂതന്മാരെ കുറിച്ച്, സാറാബ് ഗണത്തിൽപ്പെട്ട ദൂതന്മാരെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. അത് പ്രത്യേകിച്ച് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അവർക്ക് 6 ചിറകുകളാണ്. യെഹെസ്കേൽ പറയുന്ന 1-ാം അധ്യായത്തിൽ 4 മുഖം വീതമുള്ള 4 ചിറകുകൾ വീതമുള്ള കെരൂബ്, ആർക്കേഞ്ചൽസ് ആയ കെരൂബുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് 4 ചിറകുകളേ ഉള്ളൂ. സിംഹത്തോട് സാദൃശ്യമുള്ള, മനുഷ്യമുഖത്തോട് സാദൃശ്യമുള്ള, കഴുകനോട് സാദൃശ്യമുള്ള, കാളമുഖത്തോട് സാദൃശ്യമുള്ള 4 മുഖ സാദൃശ്യമുള്ള കെരൂബുകൾ സിംഹാസനത്തിന് ചുറ്റുമുണ്ട്. ഇവയെ കൂടാതെ നമ്മുടെ ഭാവനയിൽ 2 ചിറകുകൾ വീതമുള്ള ദൂത സംഘങ്ങൾ അണിയണിയായിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ 2 ചിറകുള്ള ദൂതൻ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ സങ്കല്പമോ അതിനപ്പുറമുള്ള ദൃശ്യ ചിത്രങ്ങൾ കൂടെയുള്ള ഒരു അറിവാണ് നമുക്കുള്ളത്. ദൂതന്മാർക്ക് സഞ്ചരിക്കാൻ ചിറക് വേണമെന്നില്ല. മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്നവരാണ് ദൂതന്മാരെന്നുള്ളത് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു. അവർ മിന്നൽ പോലെ സഞ്ചരിക്കുന്നു. ഇങ്ങനെ മിന്നൽ പോലെ സഞ്ചരിക്കുന്നതായ ദൂതന്മാർ തക്ക സമയത്ത് മനുഷ്യർക്ക് സംരക്ഷണം നൽകുന്ന സേവകാത്മാക്കളായ ദൂതന്മാർ, സേവകന്മാർ. അവിടെ എണ്ണം 1000-1000-വും 10,000-10,000-വും കോടിയുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഈ ദൂതസംഘങ്ങളുടെ എല്ലാറ്റെയും മീതെ അധികാരമുള്ള ആർക്കേഞ്ചൽസായി ഉന്നതന്മാരായ ദൂതന്മാരുണ്ട്. ഉയർന്ന ബുദ്ധിശക്തിയോടും
ഉന്നത ജ്ഞാനത്തോടും സാൻമാർഗിക ബോധത്തോടും ഇച്ഛാശക്തിയോടും കൂടെ സൃഷ്ടിക്കപ്പെട്ട സ്വർഗീയ ജീവികളാണ് അവരിൽ മീഖായേലുണ്ട്, ഗബ്രിയേലുണ്ട്, അതുപോലെ യഹൂദന്മാരുടെ തൽമൂദുകളിലും മറ്റും വായിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഹാനോക്കിന്റെ പുസ്തകം, അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലില്ല. പക്ഷേ ഹാനോക്ക് എഴുതിയ പുസ്തകം എന്ന പുസ്തകം ഉണ്ട്. ചില ലൈബ്രറികളിൽ വിദേശ രാജ്യങ്ങളുണ്ട്, ഇസ്രയേലിന്റെ ഇടയിലുണ്ട്, ജർമ്മനിയിലുണ്ട്. ആ പുസ്തകത്തിൽ 7 കോറുകളുള്ള ഉന്നത അധികാരമുള്ള ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അതിൽ ഊരിയേൽ, റഫായേൽ, നെഗുവേൽ, സരിയേൽ, റമിയേൽ എന്നിങ്ങനെ പേര് പറയുന്ന പ്രധാന ദൂതന്മാരുടെ ചില പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന നമ്മുടെ ബൈബിൾ ഇല്ലാഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ തെളിയിക്കുവാൻ കഴിയില്ല. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു ഞാനെന്ന് പറയുന്നത് പോലെ അപ്പോക്രിഫ പുസ്തകത്തിലും മറ്റതിലും ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന സരിയേലാകുന്നു, റമിയേലാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ദൂതഗണങ്ങൾ അങ്ങനെയുണ്ട്. ഈ ദൂതഗണങ്ങൾ എല്ലാം ഉള്ളപ്പോൾ തന്നെ അഗ്നിമയമായ അശ്വങ്ങളുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ അശൂർ പാളയം ദൈവജനങ്ങൾക്ക് വേണ്ടി ശത്രു സൈന്യത്തെ സംഹരിക്കുവാനായി ഒരു ദൂതനെ അയക്കുക. മിന്നൽ വേഗതയിൽ ഇറങ്ങി വന്ന ദൂതൻ മിന്നൽ വേഗത്തിൽ എന്നപോലെ ഒരു നിമിഷം കൊണ്ടായിരിക്കാം 1,85,000 പേരെ സംഹരിക്കുകയായിരുന്നു. അത്രയും ശക്തന്മാരായ ദൂതന്മാരാണ്. 2 പത്രോസ് 2:11 വാക്യത്തിൽ വായിക്കുമ്പോൾ ബലവും ശക്തിയുമേറിയ ദൂതന്മാർ എന്ന് അവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ. 2 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൂതൻ അവിടെ സംഹാര ദൂതനായി തീരുകയും 70,000 പേരെ നിഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം അത്രയും ശക്തന്മാരായ ദൂതന്മാരാണ്. യെഹെസ്കേൽ പറയും 28-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചു പോകുന്ന പ്രധാന ദൂതന്മാരിൽ ഒരുവനെ കുറിച്ച് വായിക്കുന്നു. അഗ്നിമയമായ രഥങ്ങൾ, അഗ്നിമയമായ അശ്വങ്ങളുണ്ട്. ഏലിയാവിന്റെ ജീവിതത്തിന്റെ അവസാനം സ്വർഗത്തിൽ നിന്നും ഒരു അഗ്നിരഥത്തെയാണ് പറഞ്ഞയച്ചത്. അത് വരുന്ന വേഗതയിൽ ചുഴലിക്കാറ്റുണ്ടായി. ഏലിയാവിനെ ഈ ചുഴലിക്കാറ്റിൽ രഥത്തിൽ കയറ്റി മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇവിടെ അഗ്നിമയമായ രഥമുണ്ട്. തന്റെ ശിഷ്യനായ ഏലിയാവിനെ എടുത്തു നോക്കാം. ഏലിയാവിന്റെ ജീവിതത്തിൽ തന്റെ പ്രവർത്തന ക്യാമ്പസ് മുഴുവനും വളഞ്ഞിരിക്കുന്ന ശത്രു സൈന്യത്തെ കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ശിഷ്യഗണങ്ങളുടെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എലീശയുടെ ഒരു ലഘു പ്രാർത്ഥനയുടെ മറുപടി എന്നോണം അവിടെ പ്രത്യക്ഷപ്പെട്ടത് അഗ്നിമയമായ രഥങ്ങളെ കൊണ്ട് എലീശയുടെ ചുറ്റും അവിടെ നിറഞ്ഞിരിക്കുക. ഇതെവിടെ ഉള്ളതാണ്? ഭൂമിയിലെ അല്ല, സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ട് സംരക്ഷകന്മാരായി വന്നിരിക്കുകയാണ്. ഒരു സേവകാത്മാവായ സാധാരണ ദൂതന് 1,85,000 പേര് സംഹരിക്കുവാൻ കഴിയുമെങ്കിൽ അതിശ്രേഷ്ഠവും ബലവുമുള്ള ഉന്നത അധികാരമുള്ള ദൂതന്മാർക്ക് എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഇത് സ്വർഗത്തിലെ ആർമിയാണ്. യഹോവ സബായോ, സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവൻ പറയുന്നത്. സൈന്യങ്ങളുടെ യഹോവ. ഇവയെല്ലാം ഒരുമിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഉയരെ കേന്ദ്രഭാഗത്ത് ദൈവം തന്റെ സിംഹാസനം സ്ഥാപിച്ച് കോടാനുകോടി ദൂത സൈന്യങ്ങളെ ചുറ്റും അണിയണിയായി സംഘം സംഘമായി വളരെ മനോഹരമായി അവിടെ അണിനിരത്തിയിരിക്കുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! ഈ ഭൂമിയിൽ അനേക വലുതും ചെറുതുമായ രാജ്യങ്ങളുണ്ട്, അറിയപ്പെടുന്ന വൻ രാജ്യങ്ങളുണ്ട്. രാജ്യ സംവിധാനം മുഴുവനും അവിടുത്തെ ആർമി സിസ്റ്റവും നേവിയും എയർഫോഴ്സും ഉൾപ്പെട്ടതായ ഡിഫൻസ് മേഖലയിൽ കൂടെയാണ് ആ രാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ആധുനിക ആയുധ സജ്ജീകരണങ്ങൾ, ആധുനിക യുദ്ധ ഉപകരണങ്ങൾ,
വിവിധ നിലകളിൽ പേര് പറയപ്പെട്ട ഉപകരണങ്ങൾ, ഇതെല്ലാം കൊണ്ട് നിറയപ്പെട്ട സൈനികങ്ങൾ നിറയപ്പെട്ട ആ സംവിധാനത്തെയാണ് രാജ്യത്തിലെ ശക്തി അഥവാ സൈന്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ എല്ലാ രാജ്യങ്ങൾക്കും ഇത് ഉന്നതന്മാരുണ്ട്. എല്ലാ ഉന്നതന്മാർക്കും മീതെ രാജ്യത്തിൽ ഉന്നതന്മാരുണ്ട്. ആ ഉന്നതന്മാർക്കും ഈ ഉന്നതൻ എന്ന് പറയുന്ന ലോക രാജ്യങ്ങൾ അധിപന്മാർക്കും മീതെ അത്യുന്നതനായ ഒരു ദൈവം ജാഗരിക്കുന്നു. അത് സ്വർഗത്തിലെ ദൈവമാണ്. ഭൂമിയിൽ സൈന്യവേഗമുള്ളതുപോലെ സ്വർഗത്തിൽ മഹാസൈന്യവേഗമുണ്ട്. ബലവാന്മാരും ശക്തന്മാരുമായ ദൂതന്മാരാൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവം. ഈ ദൂതന്മാർക്ക് ഈ പ്രപഞ്ചത്തിൽ പലതിലും അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ 7 പ്രത്യേക ലീഡർമാരായ ദൂതന്മാരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സൂര്യന് മേൽ അധികാരമുള്ള ദൂതൻ, നദികളുടെ മേൽ അധികാരമുള്ള ദൂതൻ, സുനാമികളുടെ മേൽ അധികാരമുള്ള ദൂതൻ, കൊടുങ്കാറ്റിന്മേൽ അധികാരമുള്ള ദൂതൻ, അഗ്നിബാധയുടെ മേൽ അധികാരമുള്ള ദൂതൻ, അങ്ങനെ രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള ദൂതൻ എന്ന് പറയുമ്പോൾ ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. ഭൂമിയെ ഭരിക്കുവാൻ മനുഷ്യനെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാറ്റിൻ്റെയും മീതെ ഭരിക്കുന്ന ഭരണാധിപനായ പ്രപഞ്ച സൃഷ്ടികർത്താവായ ദൈവമാണ് അത്യുന്നതനായ ദൈവം. ആ ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഈ ദൂതന്മാർ. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം, പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൂതന്മാരെ കുറിച്ച് ഇത്രയും ആവേശകരമായി പറയേണ്ട കാര്യം എന്താണ്? നമുക്കതിൽ എന്താണ് കാര്യം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. മണ്ണിന്റെ പുത്രന്മാരായ ബലഹീനരായ നമ്മൾ ഈ ആയുസ് കഴിയുമ്പോൾ ഈ മണ്ണോട് ദ്രവത്വത്തിന് വേണ്ടി ഈ ശരീരത്തെ പൂഴിയിൽ ഏൽപ്പിക്കപ്പെടും. പക്ഷേ ദേഹിയും ആത്മാവും സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ജീവൻ നയിക്കുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് പറയുമ്പോൾ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, രക്ഷകനായ യേശു വിശ്വസിക്കുന്ന ഏതൊരുവനും മരിച്ചാൽ ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും എന്നാണ് ധാരാളം വാക്യങ്ങളിൽ ഈ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ചടിചട എന്ന് പറഞ്ഞ് തേജസ്സിന് പുത്രന്മാരായി ഉയർത്തെഴുന്നേൽക്കും. തേജസ്സിന്റെ പുത്രന്മാരായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ദൈവദൂത തുല്യരായി തീരുകയാണ്. ദൈവദൂത തുല്യരായി, തേജസ്സിന്റെ പുത്രന്മാരായി, സ്വർഗീയ പൗരന്മാരായി ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കൽ സൃഷ്ടികർത്താവായ ദൈവത്തിന് മുഖം കാണുവാൻ തക്കവണ്ണം അവർ തേജസ്കരണം പ്രാപിച്ച് ശക്തന്മാരായി തീരുമ്പോൾ ദൈവദൂതന്മാരെ പോലെ ആയി തീരുക എന്നതിനപ്പുറമായി ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയാണ്. ആരായി തീരുകയാണ്? ഇന്ന് കർത്താവിന് വേണ്ടി ബഹു കഷ്ടം സഹിച്ചും പരീക്ഷയിൽ കൂടെ അഗ്നിശോധനയിൽ കൂടെ ജീവൻ നയിച്ചു പോകുന്ന ഒറ്റ വിശ്വാസികൾക്കും, ഏതൊരു സുവിശേഷ പ്രവർത്തകനും, ഏതൊരു അപ്പോസ്തലനും, ഏതൊരു പ്രവാചകനും, ഏതൊരു പാസ്റ്റർക്കും കർത്താവിന്റെ വേലയിൽ ഏതെല്ലാം നിലയിൽ ശോഭിക്കുന്ന, എവിടെയെല്ലാം ഏതെല്ലാം മേഖലയിലായിരിക്കുന്ന ഏതൊരു ഭക്തനും കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്, മരണാനന്തര പുനരുത്ഥാനത്തിൽ ദൈവദൂത തുല്യരായി കർത്താവിനെ കാണും. അങ്ങനെ നിത്യതയിൽ അവിടെ ആത്മീയ ജൈത്രയാത്ര തുടരുകയാണ്. പിന്നെ ദ്രവത്വമില്ലാത്ത ഈ അദ്രവത്വ ശരീരധാരികളായി ദൈവദൂത തുല്യരായി സ്വർഗീയന്മാരായി നമ്മൾ നിത്യതയിൽ വാഴ്ച തുടരും. അത് ദൈവം നമുക്ക് നൽകിയ ഉറപ്പുള്ള വാഗ്ദത്തമാണ്. അതെ, ഏവർക്കും അത് പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. സ്വർഗം യാഥാർത്ഥ്യമാണ്.